നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാ. വന്നു. ഇന്നലെ കല്യാണത്തിനൊന്നും കണ്ടില്ല. വീട്ടിൽ നിന്ന് കയറി വണ്ടി ഇപ്പോഴാണ് എത്തിയത്. എനിക്ക് കിട്ടാനുള്ള സ്ത്രീധനമൊക്കെ കിട്ടിയോണ്ടേ 2 എയറോപ്ലെയിൻ മേടിക്കാന്ന് വിചാരിച്ചു. അതിന് അഡ്വാൻസ് കൊടുക്കാൻ പോയതാ. സാധാരണ മനുഷ്യർക്ക് സ്ത്രീധനത്തെക്കാൾ വലുത് സ്വന്തം മോളും ഭാര്യയൊക്കെ. ഞാൻ ഇത്തിരി അസാധാരണ മനുഷ്യനാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ. സ്വന്തം കുഞ്ഞിന്റെ തലയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ണു തുറന്നു കണ്ടപ്പോ പോയതാ. പിന്നെ ഇപ്പോഴാ കാണുന്നത് ഒരു ഉളുപ്പില്ലാത്തവൻ. സ്വന്തം മോളെ സ്ത്രീധനമില്ലാതെ കെട്ടിച്ച് വിടുന്നതോടെ തന്റെ കടമ കഴിഞ്ഞു എന്ന് കരുതുന്നതും ഒരു തരം ഉളുപ്പില്ലായ്മ തന്നെയാ. നിന്നോട് സംസാരിക്കാൻ കൊള്ളില്ല. നിങ്ങളോട് പണ്ടേ സംസാരിക്കാൻ കൊള്ളത്തില്ല. ഭാര്യയെ മോളെ വിളിച്ചോണ്ടാ വന്നതാണോ അതോ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണോ? ഞാൻ ഈ കൈ ഇങ്ങനെ നീട്ടുമ്പോ ഇതില് എനിക്ക് കിട്ടാനുള്ള സ്ത്രീധനം വെച്ച് തന്നാൽ ആ കയ്യിലുള്ള സ്ത്രീധനം ആദ്യം നടക്കും. അതിന്റെ പിറകെ ഞാൻ നടക്കും. അതിന്റെ പിറകെ ഉണ്ടാകും എന്റെ ഭാര്യയും മോളും. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അമ്മായിയപ്പനാണോ? സ്വന്തം ഭാര്യയെക്കാളും മക്കളെക്കാളും അവന് വലുത് സ്ത്രീധന പൈസ. ഏത് ഗതികെട്ട നേരത്താണാവോ ഈ അലവലാതിക്ക് എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ തോന്നിയത്. സമയം നല്ലതല്ലെങ്കിൽ ഏത് പണിയും ഫ്ലൈറ്റ് പിടിച്ച് നെഞ്ചത്തോട്ട് കയറും, അതുറപ്പാ. ഗതികേട് അല്ലാതെന്താ. അയ്യോ, മോളുടെ അസുഖം കുറഞ്ഞോ? കുറഞ്ഞു അച്ഛാ. അച്ഛൻ എന്താ എന്നെ കാണാൻ വരാത്തെ? അച്ഛന് നല്ല തിരക്കായിരുന്നു മോളെ. അച്ഛൻ ഇപ്പൊ വന്നില്ലേ മോളെ കാണാൻ? മോള് പോയി കളിച്ചോട്ടാ. ചെല്. ഇന്നലെ എന്താ ജയേട്ട വരാഞ്ഞ്? അതൊക്കെ പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. പിന്നെ പറയാം. എവിടെ പുതുപ്പെണ്ണ്? മുറിയിലുണ്ട്, പൂജയ്ക്ക് വേണ്ടി ഒരുങ്ങുക. നോക്കടി, ഒരു സ്വർണ്ണക്കട മൊത്തം ഉണ്ടല്ലോടി. അതെ, പക്ഷെ അതില് കണ്ണുവച്ചാലേ പണി പാളും. ഇതിന്റെ പാതി എനിക്ക് കിട്ടിയിരുന്നെങ്കിലേ സുഖ സുഭിക്ഷമായി പണിക്ക് പോകാതെ ജീവിക്കായിരുന്നു. നീ ഒരു കാര്യം ചെയ്യും, അച്ഛനോട് പറഞ്ഞേ ഇതിന്റെ കുറച്ചെടുത്ത് വിറ്റ് എനിക്ക് തരാനുള്ള സ്ത്രീധനം തരാൻ പറ. ഒന്നും പറയാൻ പറ്റില്ല ജയേട്ട. അതെന്താ? ശ്രീയുടെയും രാജുവിന്റെയും മാറ്റക്കല്യാണം അല്ലേ ഫിക്സ് ചെയ്തിരുന്നേ. അപ്പൊ അതിന്റെ കൂടെ ആ രുക്മിണിയമ്മ നല്ല കിടിലം ഓഫറാ വെച്ചത്. അതായത് ഈ കല്യാണം നടക്കുമ്പോ ശ്രീയുടെ പഠിത്തം, രാജുവിന്റെ സ്ത്രീധനം, പിന്നെ നമ്മുടെ സ്ത്രീധനം എല്ലാം രുക്മിണിയമ്മ ക്ലിയർ ചെയ്യാന്നാ പറഞ്ഞിരുന്നത്. ഞാൻ അതില് കുറേ സ്വപ്നവും കണ്ടു. പക്ഷെ രാജു ഋതികയെ വിളിച്ചുകൊണ്ട് വന്നപ്പോ എല്ലാ സ്വപ്നവും തകിടം മറിഞ്ഞു. ആ സ്വപ്നം തകർന്നാലെന്താ, പുതിയ സ്വപ്നത്തിൽ പിടിക്ക്. അതല്ലേ അതിന്റെ ഒരു ടെക്നിക്ക്. ഞാൻ അതൊന്നും ചിന്തിക്കാതെ ഇന്നലെ ഇത്തിരി കടുത്തുപോയി. എങ്ങനെ? അവളെ കുറെ വഴക്കും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന പാത്രം തട്ടിത്തെറിപ്പിച്ച് കളയുകയും ചെയ്തു. അയ്യോ, നിന്നെ പോലൊരു മന്ദബുദ്ധി. ഇനി ഒരു പ്ലാൻ പൊളിഞ്ഞാൽ ആരെങ്കിലും ആ പ്ലാനെ കെട്ടിപ്പിടിച്ചെന്ന് കരയോ? അടുത്ത പ്ലാൻ നോക്കില്ലേ ചെയ്യൂ. നല്ലൊരു അവസരം കൊണ്ട് തൊലച്ചിട്ട് വന്നിരിക്കുന്നു. സോറി. ഇനി സോറി പറയട്ടെന്താ കാര്യം? നീ അവളെ ഒന്ന് സോപ്പിട്ട് നിക്ക്. എന്നിട്ട് പതിയെ പതിയെ നിന്റെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ അവളോട് പറയും. അങ്ങനെ സിമ്പതി തോന്നി അവള് തന്നെ നിന്നോട് പറയും, ചേച്ചി എനിക്ക് ഇത്ര സ്വർണത്തിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. ചേച്ചി കുറച്ച് എടുത്തോന്ന്. അതൊന്നും പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല ചേട്ടാ. എന്നാ പിന്നെ അതിന്റെ പാതി എടുത്തോണ്ട് ഓടിയാലാ? അങ്ങനെ എടുത്തോണ്ട് ഓടുവാണെങ്കിൽ പകുതിയാക്കുന്നതിലെന്താ, ഫുള്ള് എടുത്തോണ്ട് ഓടിയാ പോരെ?
നീ കട്ടയ്ക്ക് കൂടെ വയ്ക്കോ, നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്താലോ? അയ്യോ എന്റെ ദൈവമേ, നിങ്ങളുടെ തലയ്ക്കകത്ത് എന്താ ആൾ താമസമൊന്നും ഇല്ലേ? പിന്നെ ഇനി ഞാൻ എന്റെ തലയിൽ വീടും കൂടെ കെട്ടി വാടക കൂടെ കൊടുക്കാം. എന്റെ ജേട്ടാ, നമ്മൾ അങ്ങനെ ചെയ്താലേ പിന്നെ കണ്ണു തുറക്കുന്നത് ജയിലിലായിരിക്കും. അത് മന്ത്രിയുടെ മോളാണെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, വൈകുന്നേരം ഞാൻ പോകുന്നതിന് മുമ്പ് എന്റെ സ്ത്രീധനം മൊത്തം സെറ്റിൽ വെക്കാൻ പറ. ഞാൻ പുറത്തുണ്ടാവും. ഓ അത് ശരി. അപ്പൊ പ്രിയേച്ചിയുടെ ഭർത്താവിന് ഋതികയുടെ സ്വർണത്തിൽ ഒരു കണ്ണുണ്ട്. ശരിയാക്കി തരാം. ദൈവമേ, വിവാഹം കഴിയാതെ ഈ പൂജ ചെയ്യുന്നതിന്റെ പേരില് ഇനി എന്തൊക്കെ ദോഷങ്ങളാ വരാൻ പോകുന്ന. എനിക്കെന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഋതിക മാഡത്തിന് ദോഷമൊന്നും വരുത്തരുതേ. മാഡം ശരിക്കും ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമാണെങ്കിലെന്ന് കരുതുന്നുണ്ട്. എനിക്കറിയാം. പക്ഷേ ഇത് വെറുമൊരു നാടകം മാത്രമാണെന്ന് മാഡം മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഏതായാലും ദീപക്കുമായിട്ടുള്ള വിവാഹം മുടങ്ങിയല്ലോ. ഇനി മാഡത്തിനെ എങ്ങനെയെങ്കിലും വർമ്മ സാറിനെ തിരിച്ചേൽപ്പിക്കണം. മാഡം മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം. ആ സന്തോഷം കണ്ടുവേണം എനിക്ക് ജീവിക്കാൻ. രാജു എന്റെ കഴുത്തിൽ താലി കിട്ടിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഈ വിവാഹ സൂക്ത പൂജ കഴിയുമ്പോ ആചാരപ്രകാരം ഞാൻ നിന്റെ ഭാര്യയാകും. എനിക്കത് മതി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഈ നടക്കുന്നത്. ഐ എം സോ ഹാപ്പി. പക്ഷെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാ. ഋതു മോളെ. ചെറിയമ്മ വരുമെന്ന് നീ കരുതിയില്ല. മോളുടെ ഒരു കാര്യത്തിന് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? നീയും എന്റെ മോള് തന്നെയല്ലേ. നിന്റെ ജീവിതത്തിൽ ഒരു മംഗളകാര്യം നടക്കുമ്പോ ഞാൻ ഉണ്ടാകണം നിന്റെ കൂടെ. അതുകൊണ്ടാ ഞാൻ വന്നത്. ആരോടും പറഞ്ഞിട്ടില്ല, ശേഖരേട്ടനോട് പോലും. ഇതാ രണ്ടുപേർക്കുള്ള പുതിയ ഡ്രസ്സാ. സെക്യൂരിറ്റിയെ കൊണ്ട് ആരും അറിയാതെ വാങ്ങിപ്പിച്ചതാ. പെട്ടെന്നായതുകൊണ്ട് ഇത് മാത്രമേ സംഘടിപ്പിക്കാൻ പറ്റിയുള്ളൂ. മോൾക്ക് ചെറിയമ്മയുടെ ദേഷ്യമുണ്ടോ? എന്തിന്? മോള് വീട്ടിൽ വന്നപ്പോ ഞാൻ അങ്ങനെ പെരുമാറിയതില്. ഇല്ല. അപ്പോ നല്ല വിഷമമുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.